എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്ന പ്രയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ മേജർ കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നോക്കുന്നത് ഈ മേജർ കോഡിൻ്റെ ഫാമിലി കോഡ്സാണ്. അപ്പോൾ ഈ മേജറിൻ്റെ ഫാമിലി കോഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഈ മേജറാണ്. ഇനി രണ്ടാമത്തെ ഒരു കോഡ് എന്ന് പറയുന്നത് എ മേജർ കോഡാണ്. ഇനി മൂന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് ബി മേജർ കോഡാണ്. ഇനി റിലേറ്റീവ് കോഡ്സിൽ എന്തൊക്കെ കോഡുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. സി ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്, അതുപോലെ എഫ് ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ജി ഷാർപ്പ് മൈനർ കോഡും കൂടെ വരുന്നുണ്ട്. അപ്പം ഇത്രയും കോഡുകളാണ് ഈ മേജർ കോഡിൻ്റെ ഫാമിലി കോഡ്സിലും റിലേറ്റീവ് കോഡ്സിലും വരുന്ന കോഡെന്ന് പറയുന്നത്. അതായത് ഈ മേജർ കോഡ് വരുന്നുണ്ട്, അതുപോലെ എ മേജർ കോഡ് വരുന്നുണ്ട്, ബി മേജർ കോഡ് വരുന്നുണ്ട്, സി ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്, പിന്നെ എഫ് ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ജി ഷാർപ്പ് മൈനർ കോഡും കൂടെ വരുന്നുണ്ട്. ഓക്കെ, കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശവിതാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, ശക്തമായ പ്രവർത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടേ അവിടുത്തെ സ്തുതിക്കുവിൻ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.